മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഹീറോയിസം കാണിക്കുന്ന ഗണേഷ് കുമാർ സർക്കാരിന് തലവേദനയാകുമോ? ഒരു വിവാദത്തിനും തലവെച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് അധികാരത്തിലെത്തിയതെങ്കിലും ഒരു മാസം തികയും മുമ്പ് ഗണേഷ് കുമാർ കട്ട ഷോ കാണിച്ച് വിവാദ നായകനാകുകയാണ്. തന്നെ വിവാദങ്ങളിൽ പെടുത്തല്ലേ എന്ന് തൊഴുതു പറഞ്ഞ് മന്ത്രിയായ ആളാണ് KP ഗണേഷ് കുമാർ. മന്ത്രിയായിരുന്നപ്പോഴെല്ലാം വിവാദങ്ങളുടെ സഹയാത്രികനായിരുന്നു ഗണേഷ്. KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകളെ ഒഴിവാക്കാനുള്ള ഗണേഷിന്റെ തീരുമാനം വൻ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കേവലം 10 രൂപ മാത്രം ടിക്കറ്റ് ചാർജുള്ള ഇലക്ട്രിക് ബസ്സുകൾ തലസ്ഥാനത്ത് ഏറെ ജനപ്രിയമാണ്. KSRTCയുടെ ഇലക്ട്രിക് ബസ് സർവീസിനെതിരായ ഗണേഷിന്റെ നീക്കങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതോടെയാണ് ഗണേഷിനത് വൻ തിരിച്ചടിയായത്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഇനി ഇത്തരം ബസ്സുകൾ വാങ്ങില്ലെന്നുമാണ് ഗണേഷ് തുറന്നടിച്ചത്. ഇതിനെതിരെ മുൻമന്ത്രി ആന്റണി രാജുവും VK പ്രശാന്ത് MLAയും രംഗത്തെത്തി. നഗരത്തിൽ ഡീസൽ ബസ് സർവീസ് നടത്തുമ്പോൾ ചെലവ് 26.50 രൂപയാണ്. ഇലക്ട്രിക് ബസ്സിലാകുമ്പോൾ അത് 4.50 രൂപയായി കുറയും. തലസ്ഥാനത്തെ ആദ്യ ഹരിത നഗരമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇലക്ട്രിക് ബസ് ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ അത് തുടരുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന ഗോവിന്ദന്റെ കൂട്ടിച്ചേർക്കലിൽ താക്കീതിന്റെ സ്വരവും കലർന്നു. ലോകത്തെ പ്രമുഖ നഗരങ്ങളെല്ലാം ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കി ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറുകയാണ്. അതിനിടയിലാണ് ഒരു ബസിന്റെ വിലയ്ക്ക് 4 ഡീസൽ ബസ് വാങ്ങാമെന്ന ഗണേഷിന്റെ പരാമർശം. പുതിയ ലൈസൻസ് രീതികളടക്കം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സ്റ്റാറായ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ ഭരണപക്ഷത്തെ ഒരു മന്ത്രിയോ MLAയോ പോലും രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറച്ച് ദിവസങ്ങളായി ജനങ്ങളുടെ ഹീറോ ഗണേഷ് കുമാർ ആയിരുന്നു. ഇങ്ങനെയൊരു ഗതാഗത മന്ത്രിയാണ് ജനങ്ങൾ ആഗ്രഹിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഗണേഷിന്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ. തുടക്കം തന്നെ സ്റ്റാറാകാമെന്ന് കരുതിയ സിനിമാക്കാരനായ മന്ത്രി ഒന്ന് മനസ്സിലാക്കണം, ഇത് സിനിമയല്ല, രാഷ്ട്രീയമാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മന്ത്രിസഭയും. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തള്ളി KSRTC വാർഷിക റിപ്പോർട്ട് കൂടി വന്നതോടെ റിയൽ ലൈഫ് ഹീറോ റിയൽ ലൈഫിൽ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന 2 വർഷങ്ങളിൽ തലവേദനയാകുമോ ഗണേഷ് കുമാർ എന്ന് കണ്ടറിയണം.